ചൈത്രദിനവധു ഭോഗയായി ദൂരയാത്മാവരുന്നുവാ സാഗരമേ ശാന്തമാക നീ. എന്തോ പനിയൊക്കെ മാറിയാ? കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? എന്ത് പനി വന്ന പെട്ടെന്ന് മഴയത്ത് ഇറങ്ങിയാ? ഇല്ലില്ല, അത് എന്തായിരുന്നൂടാ, പെട്ടെന്ന് തൊണ്ടവേന വന്നു, പിന്നെ ജലദോഷമായി പനി. ഓക്കെ, പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ശരത് സാർ. മക്കളെ, എന്താ സാർ? ഉഗ്രം പാട്ടടാ. ഇതിന് പകരമൊന്നും വേറെ പാട്ടൊന്നുമില്ല. സാഗരമയ്ക്ക് ഒരൊറ്റ പാട്ടേ ഉള്ളൂ, അത് ഇതാണ്. ഒരു അസാധ്യ കോമ്പസിഷൻ, പറയാതിരിക്കാൻ വയ്യ. ബ്യൂട്ടിഫുൾ. അതുപോലെ എന്തോ ഒരു സംഗതികളുടെ പ്രളയമാണിത്. സാഗരമയൊക്കെ ഒരാൾ പാടുകയാണെങ്കിൽ നമുക്കങ്ങ് സമ്മതിക്കാം അങ്ങനെ ഒരു പാട്ടുകാരനാണെന്ന് കേട്ടോ. അതിപ്പോൾ മക്കള് ഇപ്പം എനിക്കിപ്പോൾ സാഗരമേ ശാന്തമാക നീ, സാന്ധ്യരാഗം എങ്ങനെയാ മോൻ പാടുന്നത്? അയ്യോ, ഒന്ന് ഇതോടെ പാടാമോ ചേർത്തൊന്ന്? സാഗരമേ മോനെ ഈ ശാന്ത, അത് ശാന്ത കേൾക്കുന്നത് ശാന്ത ശാന്തമാക കുറച്ചും കൂടെ സമാധാനപ്പെടുക, ഒരു നീട്ടി പിടിക്കൽ. സാഗരമേ ശാന്ത 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 ശാന്തം മക്കളെ. ഓ ശാന്തമാകനീ. അത് ശരിയായിക്കണം പാടത്ത്. സാന്ധ്യ അവർ ഇടൻ നോട്ട്. സാന്ധ്യരാഗം ചൈത്രദിനവധു മൂകമാ. അത് നീ എഴുതിയതാണോ? ആ ഓൻവി സാർ എഴുതിയത് പോരാഞ്ഞിട്ടാണോ? ചൈത്രദിനവധു പോകയായി. ചൈത്രദിനവധു പോകയായി ദൂരയാത്ര മൊഴിയുമാ. അതൊക്കെ മോനെ. അടുത്ത തനി നീ അത് പാടാമോ? അടുത്ത റിപ്പീറ്റില്. ആരോ അത് അത്രയില്ല. ആ ബൃഹയുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള ഇല്ല, എക്സ്ട്രാ ഒരു സാധനം പാടുന്നുണ്ട്. അത് ഇതൊക്കെ ഈ പാട്ടിന്റെ ഹൃദയം. ഈ പാട്ടിൽ ഒരു 10-12 ഹൃദയമുണ്ട്. അപ്പൊ അത് മിനിമം അത് മക്കളെ നോക്കണം. അതുപോലെ മോനെ ഏതോ കിളിനാദം കേണു. ഏതോ കിളിനാദം കേണു. ഏതോ കിളിനാദം കേണു കേണു. ഏതോ കിളിനാദം നാദം അത് വേണ്ട. നാദം കേണു. ഏതോ കിളിനാദം കേണു. ഏതോ കിളിനാദം കേണു. നാദം കേണു. ഓക്കെ. അടുത്തത് ചൈത്രവിഭഞ്ജിക മൂകമായി എന്റെ മൗന സമാധിയായി. അത്രയില്ലേ? എന്റെ മൗന സമാധിയായി. അതുണ്ടല്ലോ.
അപ്പം മകൾ ഇതൊക്കെ നോക്കുക. നീ കവിത എഴുതുമോ? കവിതയോ? എഴുതി തുടങ്ങിക്കോ. ഏതാ? നല്ല വാക്കുകൾ. നല്ല വാക്കുകൾ. എന്തായിരുന്നു യാത്രാമൊഴി? യാത്രാമൊഴി ചൈത്രദിന വധു മൂകമായി. മീറ്റർ എഴുതുന്നുണ്ട്. പക്ഷെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേതാണ് ലാസ്റ്റ് ഉള്ളത്. യാത്രാമൊഴിയല്ലേ? ദൂരെ യാത്രാ വിരുന്നുമായി. കവി. അല്ല, അത് എന്തെങ്കിലും പാടിയല്ലോ കുഞ്ഞ്, അത് കുഴപ്പമില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് മോനെ. അവിടെ നിന്ന് കിക്കി തന്നാനാന്നും പാടിയില്ലല്ലോ. ഇത് ഒരെണ്ണം ഐറ്റം വെച്ച് കാച്ചി പോട്ടെ, അത് കുഴപ്പമില്ല. ഒന്ന് വിരുന്ന് ഇച്ചിരി വിരുന്നിന് പോയി പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ മക്കളെ, ഈ നമ്മള് പാട്ട് കുറച്ചും കൂടെ ശരിയാക്കണം കേട്ടോ. ഇതങ്ങനെ ഉഗ്രം പാട്ട് എടുത്തോണ്ട് വന്നതിന് നിന്നെ കെട്ടിപ്പിടിച്ച് 100 ഉമ്മ. എന്താ സാർ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓൾഡ് മെലഡീസിലൊരു പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ഒരു പാട്ട് ഇതാണ്. ഞാനത് ബാക്കി പറയാം. അപ്പൊ അങ്ങനെ ഒരു പാട്ടാണിത്. എൻ്റെ ഒരു എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന ഒരു പാട്ടും കൂടിയാണ്. അത് ഞാൻ കേൾക്കുന്നതിന്റെ ഒറിജിനൽ അല്ല, ദാസ് സാറിന്റെ ഒരു ലൈവ് ഉണ്ട്. നിങ്ങളൊക്കെ യൂട്യൂബിൽ ഇപ്പം പ്രേക്ഷകർക്കും കേൾക്കാം. അത് ലൈവ് ദാസ് സാർ എപ്പോഴോ പണ്ട് പാടിയൊരു ഇതുണ്ട്. വൈറ്റ് കോട്ടും വൈറ്റ് പാൻസൊക്കെ ഇട്ടിട്ട് ഒരു സൈഡ് വ്യൂവിലുള്ള. അത് എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അതിലുള്ള സംഗതികളാണ് എൻ്റെ മനസ്സിലുള്ള. അപ്പം ഞാൻ ചോദിക്കായിരുന്നു, ഈ സംഗതികളൊക്കെ അപ്പോൾ ഒറിജിനൽ ഇല്ലല്ലേ? അതപ്പോൾ ദാസ് സാർ അത് ഒറിജിനൽ ലൈക്ക് പിന്നീട് ആ സ്റ്റേജിൽ പാടി പാടി ഓരോ ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻസ്. നിങ്ങൾ ഇംപ്രവൈസിങ് റൗണ്ട് ഇല്ലേ, ഇത് കേട്ടു നോക്ക്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം പാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ പല സംഗതികളും അതിലുണ്ട്. ഇപ്പം സാഗരമേ ശാന്ത, ശാന്തം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ലൈവില് കേൾക്കണം. ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ. കുറെ ഉണ്ട്. അതുപോലെ മോനൊരു ഇതിൽ പാടിയില്ലേ, താരേ തരൂരു ജന്മം കൂടി, അങ്ങനെയൊക്കെ ഉണ്ട്. തരൂരു ജന്മം കൂടി താരിരാര താരീ ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു താരീരീരീ. ഇത് ഭയങ്കര രസം അദ്ദേഹത്തിന്റെ ലൈവ് പെർഫോമൻസ് കാണാൻ. അത് കണ്ടായിരുന്നോ? ഒരു ഇത് കണ്ടായിരുന്നു, വീഡിയോ യൂട്യൂബിൽ. അത് തന്നെ, ഒറ്റ വീഡിയോ ഉള്ളൂ അത്. അതൊക്കെ ഒന്ന് റെഫർ ചെയ്യണം, അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും അല്ല. 50 കൊല്ലം മുമ്പുള്ള സംഭവമായി പറയുന്നത് കേട്ടോ. ലൈവാണ്. അദ്ദേഹത്തിന്റെ പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഹരി ഒരു 10-35 പാട്ടൊക്കെ ഈ ഇരുമ്പ് കസേരയല്ലേ പണ്ട് മടക്കി വെക്കുന്നത്, അതിലിരുന്ന് മൈക്ക് വെച്ചിട്ട് ഇരുന്ന് ഒറ്റയടിക്ക് പാടിയിട്ടുണ്ട്. ഗാനമേളയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ചേറില് ഇരുന്നിട്ട് പിന്നെ സംഗതീസ് ഒക്കെ പറഞ്ഞു തന്നു. ഈ പറഞ്ഞ പോലെ അതൊക്കെ മെയിനായിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് വീഴേണ്ടതാടാ. അങ്ങനെ നമുക്ക് പാടാൻ പറ്റും അത് കേട്ട് കഴിഞ്ഞാൽ. അത് രജിസ്റ്റേർഡ് ആണ് എല്ലാവരുടെയും മനസ്സിലാ സംഗതി. അപ്പം മോൻ ചെറുതായിട്ട് തെറ്റിക്കുമ്പോൾ വരെ അയ്യോ എന്നുള്ളൊരു സാധനമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ മോൻ്റെ പ്രായത്തിന് എന്താ പറയുക, ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു പാട്ടാണ്. അതാണ് വേറൊരു കാര്യം. കാരണം ഒരുപാട് സംഗതീസ് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ളൊരു പാട്ടാണ് കേട്ടോ. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു മോനെ. ഓവറോൾ നന്നായിട്ട് പാടി. നീ ഒരിക്കലും മോശം എന്നൊന്നും പറയുന്നില്ല. പിന്നെ കുറേ സംഗതീസ് ഉണ്ട് ഇതിൽ. നമ്മൾ ഫിനാലെ അടുത്തോണ്ടിരിക്കുന്നത് കൊണ്ട് അതൊക്കെ കുറച്ചും കൂടി ഇനി പിടിക്കും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കാര്യങ്ങൾ. എനിക്കും അങ്ങനെ ഈ വരി തെറ്റിയതാണ് ഒരു ഇതായിട്ട് വേദനിപ്പിച്ചത്. വരി തെറ്റിയത് അത് പ്രത്യേകിച്ച് ഈ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തുടക്കത്തിലാണ് ഉണ്ടാക്കിയെങ്കിൽ കുഴപ്പമില്ല. ഇത് അവസാനം എത്തുമ്പോഴാണ് ഇത്രയും സില്ലി പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നത്. പക്ഷെ ഇത് ഇപ്പം ഈ പാട്ട് കേൾക്കാത്തതായിട്ട് ആരുമില്ല. ഇനി ഇൻ കേസ് ആരും കേട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മുമ്പെപ്പോഴെങ്കിലും ആണ് കേട്ടതെങ്കിൽ ചിലപ്പോൾ ഈ വരി നീ മാറ്റി എഴുതിയത് ചിലപ്പോൾ പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് കൃത്യമായിട്ട് എൻ്റെ പൊന്നുമോൻ റെഡിയാക്കിയിട്ടുണ്ട് അവിടെ. ബാക്കി ഒന്നുമില്ല, എല്ലാം തന്നെ മായുന്നിതാ, സെയിം ഒരു ജന്മം കൂടി. പിന്നെ ഇതിൻ്റെ ഓഫിൽ വരുന്ന ഏതോ കിളിനാദം കേണു, അത് എങ്ങനെയാണല്ലേ അത്രയും നേരം ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് വേറൊരു ലോകം കാണിച്ചു തരാണ് ആ പാട്ടിൻ്റെ ഇടയിൽ കൂടെ. എനിക്ക് ആ ഹാഫ് നോട്ട് കൂട്ടിയിട്ടൊന്ന് പാടിത്തരും അവിടെ, പല്ലവി മാത്രം. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ
ചൈത്ര ദിനവധു മൂകമായി ദൂരെയാ. എടാ, മൂകമായല്ല പോകയായി. വീണ്ടും തെറ്റിക്കുക. മകളെ നീ എഴുതിയ തെറ്റാടാ. ഇത് ഇംപ്രവൈസേഷൻ റൗണ്ട് അല്ല. പോകയായി ദൂരെയാത്ര. പക്ഷെ ഇപ്പം കുറെ കൂടെ ആ ആകാരം കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. മോൻ ആ മുകളിലുള്ള ഒന്ന് പാടാം. മുകളിലുള്ള ഒന്ന് പാടിക്കേ. തളിർത്തൊത്തിലാരോ ആരോ ആരോ അത് കിട്ടൊക്കെ ചെയ്യും ആരോ പാടി. ഓൾമോസ്റ്റ്. ഇപ്പോഴും മോനൊരു എക്സ്ട്രാ പാടുന്ന കുരിപ്പും പിടിച്ചില്ല. നീ എഴുതിയ പോലെ കുരിപ്പും കൊണ്ട് നടക്കാവും. പക്ഷെ ഈ പല്ലവി വരുന്നിടത്തൊക്കെ ഈ ആകാരത്തിന് പകരം കേട്ടോണ്ടിരിക്കണേ. സാഗരമേ ശാന്ത, ഇതാണ് കേൾക്കണേ, അതാണ് കേട്ടോണ്ടിരിക്കണേ. അപ്പൊ അത് ഈ ഒരു ഒറ്റൊരു സ്പോട്ടിന് വേണ്ടിയിട്ട് ഒരു പല്ലവി മുഴുവൻ നീ കോംപ്രമൈസ് ചെയ്യാന്ന് പറയുന്നത് അത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഡിസിഷൻ അല്ല കേട്ടാ. മറ്റേത് കിട്ടുമെന്ന് വിചാരിക്ക, എന്നിട്ട് അങ്ങ് പാടുക. അപ്പൊ ഇത് കിട്ടും. ഈ ശ്രുതി മാറ്റുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ചുമയും പനിയായിരുന്നു. ഓ ആണോ? അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ഭേദമായി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഓക്കെ ചെയ്ത്. ഓക്കെ, ശരി. ഇത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ആരോട് പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കിയേ പറ്റൂ. കാരണം ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലയുടെ സ്റ്റേജിൽ വന്നിട്ട് സ്ക്രൂ അപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടാ. അന്ന് ഗ്രാൻഡ് ഫിനാലേക്ക് വന്നിട്ട് തൊണ്ടയടപ്പാണ്, മൂക്കടപ്പുണ്ട്, മറ്റേ സന്ധി വേദന എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും. സന്ധി. അതെ, എനിക്കറിയാം അവിടെ കയറി പിടിക്കുന്നു. ഞാൻ പിടിക്കത്തില്ല. അതിലും കയറി പിടിക്കുന്ന എനിക്കറിയാം. അപ്പം അത്രേ ഉള്ളൂ മോനെ. ബാക്കി മെബൂട്ടൻ്റെ ഒരു 100% കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെബൂട്ടൻ്റെ ഒരു 100% കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അല്ലെങ്കിൽ സാധാരണ ഇതൊക്കെ മെബൂട്ടൻ തകർക്കേണ്ട പാട്ടുകളാണ് ഇതൊക്കെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ശരത് സർ, എന്താ പാറു? മെബൂട്ടന്റെ മാർക്ക്. മക്കളെ ചക്കര പഞ്ചാരെ മുത്തേ എന്താ സാർ? പവിഴമേ എന്തോ കക്ക ഇറച്ചിയോ എല്ലാം അതിന്റെ കൂടെ കിടക്കട്ടെ വിചാരിച്ചു. മക്കളെ നിനക്ക് ഞാൻ 8.3 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക? എടാ ഞാനും 8.3. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ? ഹിഡൻ മാർക്സ്. ഓക്കെ, സോ ടോട്ടൽ 16.6. പോരാ, നമുക്ക് അടുത്തത് നന്നായി സ്കോർ ചെയ്യണം. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.